കുറ്റപത്രം വൈകിയതിനാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPIM നേതാവ് N വാസുവും പുറത്തേക്ക്. കട്ടിളപ്പാളി കേസിലെ മൂന്നാം പ്രതിയായ വാസുവിന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. ഇതോടെ കേസിൽ ജയിൽ മോചിതനാകുന്ന അഞ്ചാമനാണ് വാസു. ഇന്ന് തന്നെ പുറത്തിറങ്ങാനാകും. ഈ മാസം അവസാനത്തോടെ കരട് കുറ്റപത്രം തയ്യാറാക്കാനാണ് SIT നീക്കം. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും ഈ കേസിൽ ഗൂഢാലോചനയടക്കം നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ് വാസു. CPIMന് വലിയ പ്രതിരോധം തീർത്ത് നിൽക്കേണ്ടി വന്ന ഒരു പേരാണ് വാസു. ആ വാസു ഇന്ന് പുറത്തിറങ്ങുകയാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ച്. ഈ 90 ദിവസം കഴിയുമ്പോഴും ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടില്ല എന്ന കാരണത്താൽ പുറത്തിറങ്ങുന്നു. ജാമ്യത്തിന്റെ വിശദാംശങ്ങൾ എന്താണ് TV പ്രസാദ്? റോഷിനി പറഞ്ഞതുപോലെ CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് N വാസു എന്നയാൾ. നമുക്കറിയാവുന്നതുപോലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആ യുവതികളെ ശബരിമലയിലേക്ക് കയറ്റാൻ സർക്കാരിനൊപ്പമുണ്ടായത് N വാസുവാണ് എന്നതാണ് കോൺഗ്രസും BJPയും അന്നുയർത്തിയ പ്രധാനപ്പെട്ട ആരോപണം. N വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു നേരത്തെ ശബരിമലയിൽ. അതുമാത്രവുമല്ല, ദേവസ്വത്തിന്റെ പ്രസിഡന്റായി പിന്നീട് ചുമതലയേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ N വാസു ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന ഘട്ടത്തിലാണ് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികൾ, കട്ടിളപ്പടിയിലെ പാളികൾ, അത് ആ സ്വർണമല്ല ചെമ്പാണ് എന്ന് സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയ ഉത്തരവായി ഇറങ്ങുന്നത് വാസുവിന്റെ കാലത്തിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. N വാസു CPIMനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ആളാണ്. ഒരുപക്ഷെ CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെക്കാളും പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും പ്രിയങ്കരൻ N വാസുവാണ്. പാർട്ടിക്കേറെ വിശ്വാസ്യതയുള്ള ആളാണ്. ആ N വാസു ഇന്ന് പുറത്തിറങ്ങുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസിനെ സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഗുരുതരമായ വീഴ്ചയാണ് ഇന്ന് കോടതിയിലുണ്ടായത്. സ്വാഭാവിക ജാമ്യമാണ്. അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ ഒരു പ്രതിക്ക് കിട്ടുന്ന അവകാശമാണ് സ്വാഭാവിക ജാമ്യം. അങ്ങനെ അഞ്ചാമത്തെ ആളായി N വാസു പുറത്തിറങ്ങുന്നു. നേരത്തെ ശബരിമല കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇതിലെ പ്രധാന തട്ടിപ്പുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇതുപോലെ കുറ്റപത്രം കൊടുക്കാത്തതിന്റെ പേരിൽ പുറത്തേക്കിറങ്ങി. ഇനിയിപ്പോൾ CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ A പത്മകുമാർ ആയിരിക്കും പുറത്തിറങ്ങാനുള്ള സാധ്യത. KS ബൈജു പുറത്തിറങ്ങാനുണ്ട്. അങ്ങനെ ഓരോ ആളുകളായി പുറത്തിറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം കൊടുത്തില്ല എന്നുള്ളതാണ്. അതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത്. അത് പറയുമ്പോൾ തന്നെ മുമ്പ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പലപ്പോഴും പറഞ്ഞ ഒരു മറുപടിയുണ്ട് റോഷിനി. അതായത് CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗത്തെ ജയിലിലടച്ച് 90 ദിവസം ആകുമ്പോഴും പാർട്ടി നടപടിയെടുത്തില്ല. ഏറ്റവും നല്ല അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അതിന് കുറ്റപത്രം കൊടുത്തില്ലല്ലോ എന്നുള്ളതാണ്. ശരിയാണ് റോഷിനി, ഇതുവരെയും കുറ്റപത്രം കൊടുത്തില്ല. പ്രതീത പുറത്തേക്കിറങ്ങുന്നു, N വാസു പുറത്തേക്കിറങ്ങുന്നു, ഇനിയിപ്പോൾ പത്മകുമാർ പുറത്തേക്കിറങ്ങും. അതായത് പത്മകുമാർ ശബരിമല കൊള്ള കേസിൽ 90 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരും എന്നുള്ളതാണ്. N വാസുവും നേരത്തെ CPIMന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, CPIMന്റെ നേതാവായിരുന്നു. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായ N വാസുവും കുറ്റപത്രം കൊടുക്കാത്തതിന്റെ പേരിൽ ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയാണ് റോഷിനി. ഓക്കെ, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ അഞ്ചാമനും ഇറങ്ങിയിരിക്കുകയാണ്. പ്രതികൾ ഇറങ്ങുന്നതിൽ കുഴപ്പമില്ല, ആശങ്കയില്ല. അന്വേഷണം മികച്ച രീതിയിലാണ് പോകുന്നതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പ്രതികളും അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും അഞ്ചാമത്തെ പ്രതിയും സ്വാഭാവികമായി ജാമ്യത്തിലൂടെ പുറത്തിറങ്ങുന്നു. നോക്കൂ, നമുക്ക് സ്ക്രീനിൽ കാണാം ഇതുവരെ പുറത്തിറങ്ങിയ ഓരോ പ്രതികൾ. S ശ്രീകുമാർ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. അടുത്തത് D സുധീഷ് കുമാറും പുറത്തിറങ്ങിയിട്ടുള്ളതാണ്. ഫെബ്രുവരി 2-നാണ് സുധീഷ് കുമാർ പുറത്തിറങ്ങിയത്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. 2 പ്രതികൾ പുറത്തിറങ്ങിയവരെയാണ് നമ്മൾ കണ്ടത്. മൂന്നാമത്തെ പ്രതി, ഈ കേസിലെ ഒന്നാമത്തെ പ്രതി, അതായത് 2 കേസുകളിലെയും ഒന്നാമത്തെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഫെബ്രുവരി 5-ന് പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയത് വാസുവാണ്. N വാസു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റാണ്, കമ്മീഷണറായിരുന്നു. ഫെബ്രുവരി 11-ന്, അതായത് ഇന്ന് പുറത്തിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. ആകെ 5 പ്രതികൾ. അതിലൊരാൾ മുരാരി ബാബു, ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ജനുവരി 23-ന് പുറത്തിറങ്ങി. അങ്ങനെ ജാമ്യം ലഭിച്ചിട്ടുള്ള 5 പ്രതികൾ ഇതിനോടകം പുറത്തിറങ്ങി. അവരെയാണ് നമ്മൾ കണ്ടത്.